നിങ്ങളൊരു നദീതീരത്ത് നിൽക്കുകയാണെന്ന് കരുതുക. വെള്ളം പൂർണ്ണമായും നിശ്ചലമാണ്. പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ജലത്തിലൊരു വിസ്ഫോടനമുണ്ടാകുന്നു. ഭയാനകമായ വലിയ പല്ലുകൾ നിറഞ്ഞ മനുഷ്യന്റെ തലയോട്ടിയേക്കാൾ വലിപ്പമുള്ള ഒരു വായ വെള്ളത്തിൽ നിന്ന് വേഗത്തിൽ പ്രവഹിക്കുന്ന വിസ്ഫോടനം. ആ പല്ലുകൾ നിങ്ങളുടെ ദേഹത്ത് ആഴ്ന്നിറങ്ങി. അടുത്ത സെക്കൻഡിൽ ആ ജീവി നിങ്ങളെയും കൊണ്ട് വെള്ളത്തിൽ മുങ്ങി. വെള്ളത്തിനടിയിൽ വെച്ച് നിങ്ങളെ ശക്തമായി കുടഞ്ഞു. അതിന്റെ ആഘാതത്തിൽ നിങ്ങളുടെ എല്ലുകൾ പോലും ഒടിഞ്ഞുപോയി. വെള്ളത്തിനടിയിലായതിനാൽ ഒന്ന് ഉറക്കെ നിലവിളിക്കാൻ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ല. ഒടുവിൽ ആക്രമിച്ചത് ഏത് ജീവിയാണെന്ന് പോലും തിരിച്ചറിയുന്നതിന് മുന്നേ നിങ്ങൾ ശ്വാസം കിട്ടാതെ മുങ്ങി മരിക്കുന്നു. വേട്ടയാടാനുള്ള കലയിൽ മികവ് പുലർത്താൻ കോടിക്കണക്കിന് വർഷങ്ങൾ ചിലവഴിച്ച ഒരു വേട്ടക്കാരന്റെ നിശബ്ദമായ പതിയിരുന്നുള്ള ആക്രമണമായിരുന്നു ഇത്. ഇതാണ് സോൾട്ട് വാട്ടർ ക്രോക്കഡൈൽ, ഭൂമിയിലെ ഏറ്റവും വലിയ ഉരകജീവി. ദിനോസറുകൾക്കൊപ്പം ഭൂമിയിൽ ഉടലെടുത്ത ഒരു ഭയാനകമായ വർഗമാണിവ. ഇത്രയും കാലത്തിനിടയിൽ ഇവ നിരവധി മഹാവംശനാശങ്ങളെ നേരിട്ടിട്ടുണ്ട്. ഭീമാകാരമായ ഒരു ഉൽക്ക വന്ന് പതിച്ചിട്ടും ഇവയ്ക്ക് വംശനാശം സംഭവിച്ചില്ല. 20 കോടി വർഷങ്ങളായിട്ട് ഇവ ഭൂമിയിൽ ഉണ്ടായിരുന്നിട്ടും ഇവയുടെ അടിസ്ഥാന രൂപകൽപ്പനയിൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതായത് ഇവയിൽ അധികം പരിണാമ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം വേട്ടയാടാനും അതിജീവിക്കാനും ഇവയുടെ ശരീരഘടനകൾ അത്രയേറെ പ്രാപ്തവും അത്യധികം എഫിഷ്യന്റുമാണ്. ചുരുക്കി പറഞ്ഞാൽ പരാജയപ്പെടുത്താൻ അസാധ്യമായി തോന്നുന്ന ഒരു മൃഗമുണ്ടെങ്കിൽ അത് തീർച്ചയായും ഈ മുതലകളാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ജീവിച്ചിരിക്കുന്ന ഡൈനോസേഴ്സ് എന്നാണ് പറയുന്നത് പോലും. എന്നാൽ രാക്ഷസന്മാർക്ക് പോലും ചില പരിധികളുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു ഭീമൻ സോൾട്ട് വാട്ടർ മുതലയെ പരാജയപ്പെടുത്താൻ ഏതെങ്കിലും ജീവിക്ക് കഴിയുമോ? നമുക്ക് നോക്കാം. വലിയ മെയിൽ സോൾട്ട് വാട്ടർ മുതലകൾക്ക് 20 അടിയോളം നീളവും 1000 കിലോഗ്രാമിൽ കൂടുതൽ ഭാരവും വയ്ക്കാൻ കഴിയും. എന്നുവെച്ചാൽ ഒരു വലിയ ബസിന്റെ പകുതിയിൽ കൂടുതൽ നീളവും ശരാശരി മനുഷ്യന്റെ 14 മടങ്ങോളം ഭാരവും. ഇവയുടെ ശരീരം മുഴുവൻ വളരെ കട്ടികൂടിയ സങ്കീർണമായ കവചം കൊണ്ട് നിറഞ്ഞതാണ്. സ്കിന്നിൽ നിന്നും വളരുന്ന എല്ലുകൾ കൊണ്ടാണ് ഈ കവചം നിർമ്മിതമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അത്യധികം ദൃഢമായിരിക്കും. എത്ര വലിയ ആഘാതവും താങ്ങാൻ കഴിയുന്ന എത്ര ശക്തമായത്. ഈ കവചഘടനകൾക്ക് കെരാറ്റിൻ കൊണ്ട് മൂടപ്പെട്ട മറ്റൊരു ലെയറും കൂടെയുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ പുറമേ കാണുന്നത്. ഇത് കവചത്തിനെ കൂടുതൽ ദൃഢമാക്കും. അതിനാൽ ചെറിയ ബുള്ളറ്റുകൾക്ക് പോലും നിസ്സാരമായ പോറലുകൾ ഏൽപ്പിക്കാമെന്നല്ലാതെ ഈ കട്ടിയുള്ള കവചത്തിനെ ഒന്നും ചെയ്യാനാകില്ല. ആഘാതങ്ങളെ അബ്സോർബ് ചെയ്യുന്നതിൽ ഇവയുടെ കവചം വളരെ കാര്യക്ഷമമാണ്. അതിനാൽ മുതലയുടെ ആർമറിന്റെ ഘടനയിൽ നിന്ന് നേരിട്ട് പ്രചോദനം ഉൾക്കൊണ്ട് ശാസ്ത്രജ്ഞർ നിലവിൽ ഹൈടെക് സൈനിക വാഹന കവചങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നുണ്ട്. അത്രയേറെ മികച്ചതാണിത്. ഇനി ഇതിന്റെ പല്ലുകളും താടിയെല്ലുകളും എത്രത്തോളം മാരകമാണെന്ന് നമുക്കറിയാം. ഇന്ന് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കടിശക്തിയുള്ള ജീവിയാണ് സോൾട്ട് വാട്ടർ ക്രോക്കഡൈൽ. ഒരു സിംഹത്തിന്റെ കടിശക്തിയേക്കാൾ 4 മടങ്ങിൽ കൂടുതൽ ശക്തമാണ് ഈ മുതലയുടേത്. ഇത് ശരാശരി സോൾട്ട് വാട്ടർ മുതലയുടെ കാര്യമാണ്. ഏറ്റവും വലിയ സോൾട്ട് വാട്ടർ മുതലയ്ക്കാണെങ്കിൽ 4 മടങ്ങ് എന്നത് 8 മടങ്ങാകും. ഈ താടിയെല്ലുകൾ അടയുമ്പോൾ അത് ഇരയുടെ എല്ലുകളെ പോലും പപ്പടം പോലെ പൊടിച്ചു കളയും. ഇവയുടെ പല്ലുകൾ യഥാർത്ഥത്തിൽ അത്ര കൂർത്തതല്ല, മറിച്ച് വളരെ കട്ടി കൂടിയ തടിയൻ പല്ലുകളാണ്. അതിന്റെ കാരണം ഈ പല്ലുകൾ ഇരയെ കടിച്ചു മുറിക്കാൻ വേണ്ടി പരിണമിച്ചതല്ല, പകരം ഇരയെ വിടാതെ മുറുകെ പിടിച്ചു വെക്കാൻ വേണ്ടി പരിണമിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇത് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും രക്ഷപ്പെടുന്നത് ഏകദേശം അസാധ്യമാണ്. കടിച്ച ഭാഗവും കൊണ്ടേ ഇത് പോകൂ. പക്ഷെ ഇതിനെ ഏറ്റവും വലിയ അപകടകാരിയാക്കുന്നത് ഇത് വേട്ടയാടുന്ന രീതിയാണ്. വെള്ളത്തിനടിയിൽ ഒളിച്ചു കിടന്ന ശേഷം പെട്ടെന്ന് കുതിച്ചു ചാടിയാണ് ഇത് പൊതുവെ ആക്രമിക്കുന്നത്. ആദ്യം പറഞ്ഞതുപോലെ ഇരയ്ക്ക് റിയാക്ട് ചെയ്യാൻ കഴിയുന്നതിനും മുന്നേ ഇര ഇതിന്റെ വായിലാകും. പിടിച്ചാലുടൻ തന്നെ ഇരയെയും കൊണ്ട് ഇത് വെള്ളത്തിലിറങ്ങും. എന്നിട്ട് ഡെത്ത് റോൾ ചെയ്യും. അതായത് ഇരയെയും കൊണ്ട് വളരെ ശക്തമായി കിടന്ന് കറങ്ങും. മാംസം കടിച്ചു മുറിക്കാനും ഇരയെ ബോധം കെടുത്താനും എല്ലുകളൊക്കെ തകർക്കാനുമൊക്കെ വേണ്ടി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ഒരു തന്ത്രമാണ് ഈ ഡെത്ത് റോൾ. അതിനു പുറമെ വെള്ളത്തിലായതിനാൽ ഇരയ്ക്ക് ശ്വാസമെടുക്കാനും സാധിക്കില്ല. ശരിക്കും മുതലകൾ ആക്രമിക്കുന്ന മിക്ക ജീവികളും കൊല്ലപ്പെടുന്നത് ഇങ്ങനെ ശ്വാസം കിട്ടാതെയാണ്. ഇതിപ്പോൾ സോൾട്ട് വാട്ടർ മുതലയുടെ കാര്യം മാത്രമല്ല, സകല മുതലവർഗ്ഗങ്ങളും ഇതുപോലെ തന്നെ തീവ്രമാണ്. വെള്ളത്തിന് സമീപം വരുന്ന എന്തിനേയും കൊല്ലുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തിനു വേണ്ടി പ്രത്യേകമായി പരിണമിച്ചിരിക്കുന്ന ഒരു ജീവിവർഗം. അതുകൊണ്ട് തന്നെ ചെറിയ മുതലവർഗ്ഗങ്ങൾ പോലും വളരെ ഡേഞ്ചറസ് ആണ്. അപ്പോൾ സോൾട്ട് വാട്ടർ മുതല എത്രത്തോളം ഭയാനകമാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ. അങ്ങനെയെങ്കിൽ ഇത്രയും മാരകമായ ഒരു ജീവിയെ ആർക്കാണ് തോൽപ്പിക്കാൻ കഴിയുക? ഈ മുതലവർഗ്ഗത്തിന് ഒരു വലിയ ദൗർബല്യമുണ്ട്. അതാണ് കര.
നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഭാഗ്യവശാൽ കരയിൽ ഇവയ്ക്കൊരു വലിയ പോരായ്മയുണ്ട്. റെപ്റ്റൈൽസ് കോൾഡ് ബ്ലഡഡ് ആയ ജീവികളായതിനാൽ കരയിൽ ഇവയുടെ ശരീരം അതിവേഗം ഓവർഹീറ്റ് ആകും. അതോടൊപ്പം സ്റ്റാമിനയും കുത്തനെ താഴും. അതിനാൽ കരയിൽ ഇവയ്ക്ക് കുറച്ച് മിനിറ്റുകൾ നേരം മാത്രമേ ഫൈറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോഴേക്കും തളർന്നു പോകും. പക്ഷേ എന്ന് കരുതി കരയിൽ ഇവ തീരെ ദുർബലരാണെന്ന് കരുതരുത്. കരയിലും തീർച്ചയായും ഇവ അപകടകാരികൾ തന്നെയാണ്. കുറച്ച് ദൂരത്തേക്ക് ഒരുവിധം വേഗത്തിൽ ഓടാനും സാധിക്കും. അതുകൊണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഡിന്നർ ആകും. അതുപോലെ കരയിലാണെങ്കിലും ഇതിന്റെ ആർമർ കാരണം ഇതിനെ അത്ര എളുപ്പത്തിലൊന്നും ആക്രമിക്കാനും സാധിക്കില്ല. എന്നിരുന്നാലും കരയിൽ ഇവയ്ക്ക് മറ്റു ചില പ്രശ്നങ്ങളുണ്ട്. കരയിലാണെങ്കിൽ ഇവയ്ക്ക് ആംബുഷ് ചെയ്യാൻ കഴിയില്ല, ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ സാധിക്കില്ല, ഡെത്ത് റോള് ചെയ്യാൻ പറ്റില്ല, പരിസരത്തിനെ ആയുധമാക്കാൻ കഴിയില്ല. അങ്ങനെ വെള്ളത്തിൽ ഇതിനുള്ള ഏറ്റവും പ്രധാനമായ അഡ്വാൻറ്റേജസ് എല്ലാം കരയിൽ പൂർണ്ണമായും നഷ്ടമാകും. അതുപോലെ ഉയരമില്ലാത്തതും ഇവയ്ക്ക് കരയിൽ വലിയൊരു പോരായ്മയാണ്. ഈ അഡ്വാൻറ്റേജസ് ഒന്നുമില്ലെങ്കിൽ പിന്നെ യുദ്ധം പൂർണ്ണമായും വലിപ്പത്തിനെയും ഭാരത്തിനെയും മാത്രം ആശ്രയിച്ചായിരിക്കും. അതായത് കൂടുതൽ വലിപ്പവും ഭാരവുമുള്ള ജീവികൾക്ക് ഈ മുതലയെ തോൽപ്പിക്കാനുമാകും. ഏറ്റവും വലിയ സോൾട്ട് വാട്ടർ മുതലയ്ക്ക് പോലും ഭീഷണിപ്പെടുത്താൻ കഴിയാത്ത അത്ര വലിപ്പമുള്ള ഒരുപാട് ഭീമൻ ജീവികൾ കരയിലുണ്ട്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ആനകൾ. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ജീവിക്കുന്ന ബോർണിയോ പിഗ്മി എലഫന്റ് ആണ് ഇന്ന് ഭൂമിയിലെ ഏറ്റവും ചെറിയ ആനവർഗം. ശരാശരി പിഗ്മി ആനകൾക്ക് പരമാവധി 2500 കിലോഗ്രാം ഭാരമേ ഉണ്ടായിരിക്കൂ. പക്ഷേ ഇവയ്ക്ക് പോലും സോൾട്ട് വാട്ടർ മുതലകളെ കരയിൽ വെച്ച് നിസ്സാരമായിട്ട് തോൽപ്പിക്കാനാകും. ഈ ആനയുടെ ഒരൊറ്റ ചവിട്ട് കിട്ടിയാൽ എത്ര വലിയ മുതലയായിരുന്നാലും അത് ചമ്മന്തിയായി പോകും. അതിന്റെ കഠിനമായ ആർമറൊക്കെ പൂർണ്ണമായും തകർന്നു പോകും. പിന്നെ കൊമ്പുകൾ കൊണ്ട് കുത്തിമറിക്കാനും ആനകൾ മിടുക്കരാണ്. അങ്ങനെ മുതലയെ മറിച്ചിട്ടാൽ പണിപാളും. കാരണം മുതലകളുടെ പുറംഭാഗത്ത് മുഴുവൻ കവചമുണ്ടെങ്കിലും അടിഭാഗത്ത് ഒന്നും തന്നെയില്ല. അതുകൊണ്ട് മറിച്ചിട്ട ശേഷം ആന കൊമ്പുകൊണ്ടൊരു കുത്തു കൊടുത്താൽ മുതലയുടെ കാര്യം തീരുമാനത്തിലാകും. ഇതുപോലെ മറ്റൊരു ഉദാഹരണമാണ് റൈനോസറോസ്. വലിയ റൈനോ വർഗത്തിന് 3500 കിലോഗ്രാം വരെ ഭാരം വയ്ക്കാനാകും. ഇവയുടെ ബലിഷ്ഠമായ കാലുകൾ ഉപയോഗിച്ച് നിസ്സാരമായിട്ട് മുതലയെ ചവിട്ടി മെതിച്ച് കൊല്ലാനുമാകും. റൈനോയുടെ ശരീരം മുഴുവൻ കട്ടിയുള്ള ആർമർ കൊണ്ട് നിറഞ്ഞതാണ്. അതുകൊണ്ട് മുതലയ്ക്ക് റൈനോയെ തിരിച്ചാക്രമിക്കാൻ പ്രയാസമായിരിക്കും. റൈനോയ്ക്ക് 50 km/h വേഗത്തിൽ വരെ ഓടാൻ കഴിയും. അതിനു പുറമെ ഇവയ്ക്ക് ഗംഭീരമായ സ്റ്റാമിനയുമുണ്ട്. അതുകൊണ്ട് കുറെ തവണ മുതലയ്ക്ക് ചുറ്റും വട്ടം കറങ്ങുമ്പോഴേക്കും മുതല തളർന്നു വീഴും. അപ്പോൾ റൈനോ വേഗത്തിൽ ഓടി വന്നിടിച്ചാൽ മുതലയുടെ ആന്തരിക അവയവങ്ങളും എല്ലുകളുമൊക്കെ കഷണങ്ങളാകും. പിന്നെ ഇവയുടെ കൂർത്ത കൊമ്പുകളും ഒരു വലിയ പ്രശ്നമാണ്. അതുപയോഗിച്ച് വേണമെങ്കിൽ മുതലയെ കോരിയെടുത്ത് മറിച്ചിടാൻ പറ്റും. മറിച്ചിട്ടാൽ നിസ്സാരമായിട്ട് ആക്രമിച്ച് കൊല്ലാനുമാകും. ഇനി മറ്റൊരു ഉദാഹരണമാണ് ജിറാഫ്. 1400 കിലോഗ്രാം വരെ ഭാരം വയ്ക്കുന്ന ഈ ജീവികൾക്ക് വളരെ മാരകമായിട്ട് തൊഴിക്കാനുള്ള കഴിവുണ്ട്. ഇതിന്റെ ഒരു തൊഴി കിട്ടിയാൽ സോൾട്ട് വാട്ടർ മുതലയുടെ എല്ലുകൾ വരെ ഒടിയും. മുതല തിരിച്ചാക്രമിക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. കാരണം 10-20 അടി ഉയരത്തിൽ നിൽക്കുന്ന ജിറാഫിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലും മുതലയ്ക്ക് കടിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ കാലിനെ കടിക്കാം. പക്ഷെ എന്നാലും ബാക്കിയുള്ള കാലുകൾ കൊണ്ട് നിസ്സാരമായിട്ട് മുതലയെ തീർക്കും. മറ്റൊരു ഉദാഹരണമാണ് വലിയ കരടി വർഗ്ഗങ്ങൾ. അതായത് പോളാർ ബിയർ, കോഡാക് ബിയർ, ഗ്രിസിലി ബിയർ മുതലായവ. ഈ കരടികളൊക്കെ മിക്കവാറും ഭീമൻ സോൾട്ട് വാട്ടർ മുതലയേക്കാൾ ചെറുതായിരിക്കും. എന്നിരുന്നാലും കരയിൽ ഇവയ്ക്ക് ഈ മുതലയെ തോൽപ്പിക്കാനാകും. അതിന്റെ പ്രധാന കാരണം കരടികളുടെ ഗംഭീരമായ സ്റ്റാമിനയും ശക്തിയും ബുദ്ധിയുമാണ്. ഒരു ഗ്രിസിലി ബിയറിന് ഭീമൻ കടമാനിന്റെ നട്ടെല്ലിനെ ഒരൊറ്റ അടിയിൽ തകർത്തു കളയാൻ പറ്റും. അത്രയേറെ ശക്തമാണിവ. വളരെ തന്ത്രപരമായിട്ട് ആക്രമിക്കാനും ഇവയ്ക്കറിയാം. മുന്നിൽ നിന്നും ആക്രമിക്കുന്നത് ഡേഞ്ചറസ് ആണെന്ന് തിരിച്ചറിയുന്ന കരടി ഉടൻ തന്നെ അതിനെ പിന്നിൽ വന്ന് ആക്രമിക്കാൻ ശ്രമിക്കും. അതുമാത്രമല്ല കരടിക്ക് കൈകൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ മുതലയെ മറിച്ചിടാനും പറ്റും. അങ്ങനെ ചെയ്താൽ പിന്നെ മുതലയുടെ കഥ കഴിയും. ഈ പറഞ്ഞതൊക്കെ ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ഗാവൂർ, വാട്ടർ ബഫല്ലോ, അമേരിക്കൻ ബൈസൺ, കേപ്പ് ബഫല്ലോ, മൂസ്, ബംഗാൾ ടൈഗർ, യാക്ക് എന്നിങ്ങനെ വേറെയും നിരവധി ജീവികൾക്ക് ഒരു വലിയ സോൾട്ട് വാട്ടർ മുതലയെ കരയിൽ വെച്ച് നേരിടാനും തോൽപ്പിക്കാനും സാധിക്കും. ഓർക്കുക, ഈ പറഞ്ഞതെല്ലാം മുതലയെ കരയിൽ വെച്ച് ആക്രമിക്കുന്ന കാര്യമാണ്. എന്നാൽ വെള്ളത്തിലാണെങ്കിൽ കളി ആകെ മാറും. വെള്ളമാണ് സോൾട്ട് വാട്ടർ മുതലയുടെ തട്ടകം. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ ഒട്ടുമിക്ക ജീവികൾക്കും വെള്ളത്തിൽ ഈ മുതലയെ തോൽപ്പിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും ഇവ പൊതുവെ അധികം ആഴമില്ലാത്ത വെള്ളത്തിലാണ് ജീവിക്കുന്നത്. അതിനാൽ ഏറ്റവും വലിയ ജീവികൾക്ക് ചിലപ്പോൾ മുതലയെ തോൽപ്പിക്കാനാകും.
തീരെ ആഴം കുറഞ്ഞ വെള്ളത്തിലാണെങ്കിൽ, പ്രത്യേകിച്ച് കാല് കുത്താനുള്ള ആഴമേ ഉള്ളുവെങ്കിൽ, പിഗ്മി ആനകൾക്കും ബംഗാൾ കടുവയ്ക്കും പോളാർ ബിയറിനും പിന്നെ റൈനോയ്ക്കും ഒരുപക്ഷെ സോൾട്ട് വാട്ടർ മുതലയെ തോൽപ്പിക്കാൻ കഴിയുമായിരിക്കും. പക്ഷേ അതൊരു സംശയം മാത്രമാണ്. ജാഗ്വാർസ് മുതലകളെ നിസ്സാരമായിട്ട് വേട്ടയാടാറുണ്ട്. പക്ഷെ അത് വലിപ്പം കുറഞ്ഞ കെയ്മൈൻസിനെയാണ് വേട്ടയാടുന്നത്. അതുപോലെ ഒരു ബംഗാൾ കടുവ 14 അടി നീളമുള്ള ഒരു വലിയ മുതലയെ വേട്ടയാടുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊരു ഭാരം കുറഞ്ഞ മഗർ ക്രോക്കഡൈൽ ആയിരുന്നു. അല്ലാതെ വലിയൊരു സോൾട്ട് വാട്ടർ മുതലയെ ഇവയ്ക്ക് വേട്ടയാടാൻ കഴിയുമോ എന്നത് ഒരു വലിയ തർക്ക വിഷയമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പറഞ്ഞ ജീവികളുമായി വെള്ളത്തിൽ വെച്ച് പൊരുതിയാൽ അതിനെ ആഴം കുറഞ്ഞ വെള്ളമാണെങ്കിലും മിക്കവാറും മുതല തന്നെയാണ് ജയിക്കാൻ കൂടുതൽ സാധ്യത. എന്നാൽ മുതലയെ നിഷ്പ്രയാസം തോൽപ്പിക്കാൻ പറ്റുന്ന വേറെ ചില ജീവികളുണ്ട്. അതിലേറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് ആഫ്രിക്കൻ ബുഷ് എലഫന്റിനെയാണ്. ശരാശരി ആഫ്രിക്കൻ മെയിൽ ബുഷ് ആനകൾക്ക് 5000 കിലോഗ്രാമിൽ കൂടുതൽ ഭാരമുണ്ടായിരിക്കും. ഇത്രയും വലിയ ജീവിയെ ഒരു കാരണവശാലും മുതലയ്ക്ക് പിടിക്കാൻ പറ്റില്ല. അഥവാ ആക്രമിക്കാൻ ശ്രമിച്ചാലും ആനയുടെ ദേഹത്ത് കാര്യമായ പരിക്കേൽപ്പിക്കാൻ പറ്റില്ല. ആനയുടെ ശരീരം അത്രയേറെ വലുതാണ്. ഭാരം കാരണം ആനയെ വെള്ളത്തിൽ മുക്കിക്കൊല്ലാനും മുതലയ്ക്ക് കഴിയില്ല. അതിനാൽ ആനയ്ക്ക് തീർച്ചയായും രക്ഷപ്പെടാൻ സാധിക്കും. ആനകൾ വളരെ മികച്ച നീന്തൽ വിദഗ്ധരും കൂടെയാണ്. അതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമെന്ന് മാത്രമല്ല, ആന നിസ്സാരമായിട്ട് മുതലയെ തൂക്കി എറിയുകയും വേണമെങ്കിൽ വലിച്ചിഴച്ച് കരയിൽ കൊണ്ടുവന്ന് ചവിട്ടി മെതിച്ച് കൊല്ലുകയും ചെയ്യും. അങ്ങനെയുള്ള സംഭവങ്ങൾ വനത്തിൽ ഉണ്ടായിട്ടുമുണ്ട്. യഥാർത്ഥത്തിൽ ആഴം കുറഞ്ഞ വെള്ളത്തിലെന്ന് മാത്രമല്ല, ആഴം കൂടിയ വെള്ളത്തിലായിരുന്നാലും ഈ രാജഗംഭീരമായ ജീവികളെ മുതലകൾക്ക് കീഴടക്കാൻ പറ്റില്ല. ഇതുപോലെ മുതലകളെ നിസ്സാരമായി കീഴടക്കാൻ കഴിയുന്ന മറ്റൊരു ജീവിയാണ് ഹിപ്പോപ്പൊട്ടാമസ്. വളരെ അക്രമാസക്തരായ ജീവികളാണ് ഹിപ്പോകൾ. വലിയ മെയിൽ ഹിപ്പോകൾക്ക് 3000 കിലോഗ്രാമിൽ കൂടുതൽ ഭാരമുണ്ടായിരിക്കും. ഇത്രയും ഭാരമുള്ള ജീവിയെ മുതലകൾക്ക് എന്തായാലും പിടിച്ച് ഡെത്രോൾ ചെയ്യാൻ കഴിയില്ല. ഹിപ്പോപ്പൊട്ടാമസിന് വളരെ എഫിഷ്യന്റായി വെള്ളത്തിൽ നീന്താനും കഴിയും. ഇവയ്ക്ക് വളരെ കൂർത്ത നീളമുള്ള പല്ലുകളുമുണ്ട്. ഈ പല്ലുകൾക്ക് 1 മീറ്ററിൽ കൂടുതൽ നീളം വയ്ക്കാൻ കഴിയും. മുതലകൾ കഴിഞ്ഞാൽ പിന്നെ കരയിലെ ഏറ്റവും കൂടുതൽ കടിശക്തിയുള്ള ജീവികളാണ് ഹിപ്പോ. 180 ഡിഗ്രിയിൽ വരെ ഇവയ്ക്ക് വായ തുറക്കാൻ പറ്റും. അതായത് വലിയ ജീവികളെ പോലും ഇവയ്ക്ക് കടിക്കാനാകും. സോൾട്ട് വാട്ടർ മുതലയുടെ കവചം വളരെ ദൃഢമാണെങ്കിലും ഹിപ്പോയുടെ ശക്തമായ പല്ലുകൾക്കും താടിയെല്ലുകൾക്കും ഈ കവചത്തിനെ നിസ്സാരമായിട്ട് തകർക്കാൻ പറ്റും. മറ്റൊരു കാര്യം, ഹിപ്പോയുടെ ശരീരം ഭീമാകാരമാണെങ്കിലും അത് മൊത്തം വെറും പൊണ്ണത്തടിയല്ല. പകരം അത് ഏകദേശം പൂർണ്ണമായും പേശികളാണ്. അപ്പോൾ അവ വളരെ ശക്തമായ ജീവികളാണെന്നർത്ഥം. ആനകളെ പോലെ ഇവയ്ക്കും വേണമെങ്കിൽ മുതലയെ കോരിയെടുത്തെറിയാൻ കഴിയും. അതിനാൽ ഇവ തമ്മിൽ വെള്ളത്തിൽ വെച്ച് ഫൈറ്റ് ചെയ്താൽ 10ൽ 9 തവണയും ജയിക്കുന്നത് ഹിപ്പോ ആയിരിക്കും. ഇതുപോലെ മറ്റൊരു ജീവിയാണ് വാൾറസ്. വലിയ മെയിൽ വാൾറസുകൾക്ക് 1700 കിലോഗ്രാമിൽ കൂടുതൽ ഭാരമുണ്ടായിരിക്കും. ഇവയ്ക്ക് 10 സെന്റിമീറ്ററോളം കട്ടിയുള്ള ബ്ലബ്ബർ ഉണ്ട്. സ്കിന്നിനടിയിൽ സാന്ദ്രതയേറിയ ഫാറ്റിന്റെ ലെയറാണ് ബ്ലബ്ബർ. വാൾറസിന്റെ മൊത്തം ഭാരത്തിന്റെ 30% യഥാർത്ഥത്തിൽ ഈ ബ്ലബ്ബർ ആയിരിക്കും. അപ്പോൾ ഇത് എത്രമാത്രം കട്ടിയുള്ള ഒന്നാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ. ധ്രുവപ്രദേശങ്ങളുടെ തീവ്രമായ തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവയ്ക്ക് ഇത്രയും കട്ടിയുള്ള ബ്ലബ്ബർ ഉള്ളത്. പക്ഷേ ഇത് പ്രഡറ്റേഴ്സിൽ നിന്നും സംരക്ഷണം കിട്ടാനുള്ള ഒരു ഷീൽഡായിട്ടും പ്രവർത്തിക്കും. മുതല കടിക്കുമ്പോൾ പല്ലുകൾ കൂടുതൽ ആഴത്തിൽ പോകാതെ ഈ ബ്ലബ്ബറിൽ തന്നെ നിൽക്കും. അതുകൊണ്ട് വാൾറസിന് കാര്യമായ ക്ഷതമേൽക്കില്ല. വാൾറസിന്റെ ഭാരം കാരണം എന്തായാലും ഡെത്രോളും സാധ്യമല്ല. ഇവയ്ക്ക് 1 മീറ്റർ വരെ നീളം വയ്ക്കുന്ന വലിയ കൊമ്പുകളുണ്ട്. ഈ കൊമ്പുകൾ വളരെ മാരകമായ ആയുധങ്ങളാണ്. അത്യധികം കട്ടി കൂടിയ മഞ്ഞുകട്ടകളെ കുത്തി പൊട്ടിക്കാൻ കഴിയും വിധത്തിലാണ് ഈ കൊമ്പുകൾ പരിണമിച്ചിരിക്കുന്നത്. ചെറിയൊരു ഐസ് ക്യൂബ് പോലും എത്രമാത്രം കഠിനമാണെന്ന് നമുക്കറിയാം. അപ്പോൾ വലിയ മഞ്ഞുകട്ടകൾ കുത്തി പൊട്ടിക്കണമെങ്കിൽ ഈ കൊമ്പുകൾ എത്രമാത്രം ശക്തമായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. ഇതിൽ നിന്നും ഒരൊറ്റ കുത്ത് കിട്ടിയാൽ മുതല പടമായി പോകും. ആകെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവ തമ്മിൽ വെള്ളത്തിൽ വെച്ച് ഫൈറ്റ് ചെയ്താൽ 10ൽ 7 തവണയും തീർച്ചയായും വാൾറസ് ആയിരിക്കും ജയിക്കുന്നത്. ഇനി മുതലയെ തോൽപ്പിക്കാൻ കഴിയുന്ന മറ്റൊരു ജീവിയാണ് എലിഫന്റ് സീൽ. വലിയ എലിഫന്റ് സീൽസിന് 4000 കിലോഗ്രാമിന് മുകളിൽ ഭാരമുണ്ടായിരിക്കും. ഇവയുടെ കഴുത്തിൽ വളരെ ശക്തമായ പേശികളുമുണ്ട്. അതുപയോഗിച്ച് ശത്രുക്കളെ ഇടിക്കുന്നതാണ് ഇവയുടെ രീതി. ഇങ്ങനെ ഒരു ഇടി കിട്ടിയാൽ മുതലയുടെ ആന്തരികാവയവങ്ങളൊക്കെ തകരും. എലിഫന്റ് സീലിന് വാൾറസിനേക്കാൾ കൂടുതൽ കട്ടിയുള്ള ബ്ലബ്ബറുണ്ട്. അപ്പോൾ പിന്നെ മുതലയുടെ കടിശക്തി കൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഇത്രയും വലിയൊരു ജീവിയെ ഡെത്രോൾ ചെയ്യുന്നതിനെക്കുറിച്ചും ചിന്തിക്കേണ്ട. അതുമാത്രമല്ല, മുതലകളേക്കാൾ ഒരുപാട് എഫിഷ്യന്റ് ആയ സ്വിമ്മേഴ്സാണ് എലിഫന്റ് സീൽസ്. വെള്ളത്തിൽ ഇവയ്ക്ക് മുതലകളേക്കാൾ കൂടുതൽ സ്റ്റാമിനയും ഉണ്ടായിരിക്കും. അങ്ങനെ എല്ലാം കൊണ്ടും ഇവയ്ക്ക് മുന്നിൽ മുതലകൾ തീരെ ദുർബലരാണ്. അതിനാൽ ഇവ തമ്മിൽ വെള്ളത്തിൽ വെച്ച് ഫൈറ്റ് ചെയ്താൽ 10ൽ 9 തവണയും എലിഫന്റ് സീൽ ആയിരിക്കും ജയിക്കുന്നത്.
ഇനി പൂർണ്ണമായും വെള്ളത്തിൽ ജീവിക്കുന്നവയെ നോക്കിയാൽ, അതായത് സമുദ്രജീവികളെ നോക്കിയാൽ, നിരവധി ജീവികൾക്ക് സോൾട്ട് വാട്ടർ മുതലയെ നിസ്സാരമായിട്ട് തോൽപ്പിക്കാൻ പറ്റും. പക്ഷേ ഇത്തരം ജീവികളുമായി മുതലയെ താരതമ്യം ചെയ്യുന്നത് അത്ര ശരിയല്ല. എന്തെന്നാൽ ഒരു മനുഷ്യൻ ആയുധങ്ങളൊന്നുമില്ലാതെ ടീറക്സുമായി ഫൈറ്റ് ചെയ്യുന്നത് പോലെയാണ് ഒരു സോൾട്ട് വാട്ടർ മുതല ഈ സമുദ്രജീവികളുമായി ഫൈറ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഓർക്ക. വലിയ മെയിൽ ഓർക്കകൾക്ക് 10,000 കിലോഗ്രാമിൽ കൂടുതൽ ഭാരം വയ്ക്കാനാകും. അതിവേഗത്തിൽ നീന്താനും തിരിയാനുമൊക്കെ വിദഗ്ധരാണ് ഓർക്ക. സ്വാഭാവികമായും ഇവയ്ക്ക് മുന്നിൽ മുതലകളുടെ നീന്താനുള്ള കഴിവ് ഒന്നുമല്ല. അതിനാൽ തന്നെ ഈ മുതലയ്ക്ക് ഒരു ഓർക്കയെ ഒരു രീതിയിലും ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഓർക്കയുടെ ഒരൊറ്റ ഇടിയിൽ തന്നെ മുതല പടമാകും. ഇവ തമ്മിൽ ഫൈറ്റ് ചെയ്താൽ 100-ൽ 100 തവണയും നിഷ്പ്രയാസമായിട്ട് ഓർക്ക തന്നെ ജയിക്കും. ഓർക്കയെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞെന്നേയുള്ളൂ. ഇതുപോലെ വലിയ തിമിംഗല വർഗ്ഗങ്ങൾക്കും സ്രാവ് വർഗ്ഗങ്ങൾക്കും സാൾട്ട് വാട്ടർ മുതലയെ നിസ്സാരമായിട്ട് കൊല്ലാൻ പറ്റും. ഒരുപാട് ജീവികളെ വീഡിയോയിൽ മെൻഷൻ ചെയ്തെങ്കിലും യഥാർത്ഥത്തിൽ ഇതിൽ ബഹുഭൂരിപക്ഷം ജീവികളും ഒരു സോൾട്ട് വാട്ടർ മുതലയെ വനത്തിൽ നേരിട്ട് കാണാനുള്ള യാതൊരു സാധ്യതയുമില്ല. ഈ പറഞ്ഞതിൽ ആകെ ഏഷ്യൻ ആന, ബംഗാൾ കടുവ, ഗാവൂർ, പിന്നെ വാട്ടർ ബഫല്ലോ എന്നീ ജീവികളെ മാത്രമേ സാൾട്ട് വാട്ടർ മുതല വനത്തിൽ നേരിട്ട് കാണാനുള്ള സാധ്യതയുള്ളൂ. ഇനി സമുദ്രത്തിൽ നോക്കിയാൽ അപൂർവം ചിലയിടങ്ങളിൽ ടൈഗർ ഷാർക്ക്, ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്, പിന്നെ ബുൾ ഷാർക്ക്, സൈദ്ധാന്തികമായി നോക്കിയാൽ ചിലപ്പോൾ ഓർക്കയും. ഇത്രയും ജീവികൾ മാത്രമേ സാൾട്ട് വാട്ടർ മുതലയെ നേരിട്ട് കാണാൻ സാധ്യതയുള്ളൂ. എന്തായാലും ഒരു ഭീമൻ സാൾട്ട് വാട്ടർ മുതലയെ തോൽപ്പിക്കാൻ കഴിയുന്ന മറ്റേതെങ്കിലും ജീവിയെ നിങ്ങൾക്കറിയാമോ? കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ.